السلام عليكم ورحمة الله. كيف حالكم وشخباركم وعساكم طيبين أيها الأحباء المشتركين والمشاهدين. مرحبا بكم إلى دار العربية. ദാറുൽ അറബിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസാരത്തിൽ ഉപയോഗിക്കാറുണ്ട് അതേപോലത്തെ അത് തന്നെ സെയിം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇത് എങ്ങനെയാണ് അറബിയിൽ പറയാന്നുള്ളതിൻ്റെ നമുക്ക് കുറച്ച് ഉദാഹരണങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഞാനൊരു കാര്യം നിങ്ങളോട് ഉണർത്താൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ അറബി സുഹൃത്തുമായി സംസാരിക്കുന്ന സമയത്ത് ഞാൻ അവനോട് ഒരു ഇംഗ്ലീഷിൽ ഇങ്ങനെ ഓരോ സെൻറ്റൻസ് പറയും. ഇതിൻ്റെ അറബി അവന് കുറച്ച് ഇംഗ്ലീഷൊക്കെ അറിയാവുന്നതുകൊണ്ട് അതായിരിക്കും കുറച്ച് എളുപ്പം എന്ന് തോന്നി. അതിൽ ആ സംസാരത്തിനിടയ്ക്ക് അവൻ പറഞ്ഞത് അൽ ഹാജ ലത്വാലത് ഷാനത്ത് എന്ന് പറഞ്ഞു. അതായത് നമ്മളൊരു ആവശ്യം നമ്മൾ എത്രത്തോളം നീട്ടി പറയുന്നോ അത്രത്തോളം അത് അരോചകമായിരിക്കും, അത് അത്ര നല്ലതാവില്ല എന്നുള്ളതാണ്. അത് ഇവരുടെ ഒരു രീതിയാണ്. അതായത് ഒരു കാര്യം പറയുമ്പോൾ അത് പരമാവധി കട്ട് ഷോർട്ടായിട്ടായിരിക്കും പറയാം. ഓക്കെ, പക്ഷേ നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം പറയുന്ന സമയത്ത് നമ്മൾ അതിങ്ങനെ നീട്ടി വലിച്ച് ഇന്ന സാധനം വേണം, ഇന്നത് എന്താണ് എന്നൊക്കെ ചോദിക്കാൻ തന്നെ കുറച്ച് നീട്ടി വലിച്ച് ചിലപ്പോൾ പറഞ്ഞിരിക്കും. അപ്പോൾ ഇവരുടെ രീതി എന്താണെന്ന് വെച്ചാൽ അത് വളരെ കട്ട് ഷോർട്ടായിരിക്കും ഇവർ പറയുക. അതാണ് പറഞ്ഞത് അൽ ഹാജ ലത്വാലത് ഷാനത്ത്. അവർ ആവശ്യം അത് നീ എത്രത്തോളം നീട്ടി പറയുന്നു അത്രത്തോളം അത് അരോചകമായിരിക്കും. അതുകൊണ്ട് ആവശ്യം എന്താണെന്നുള്ളത് നീ കൃത്യമായിട്ട് പറയാമെന്നുള്ളത്. ഓക്കെ, അതുകൊണ്ട് ആ രൂപത്തിലാണ് നമ്മൾ സെൻറ്റൻസിനേക്ക് സ്ട്രക്ചർ ചെയ്ത് എടുക്കുക എന്നുള്ളത്. ഇവരങ്ങനെ തന്നെയാണ് സംസാരിക്കാമെന്നാണ് അവർ ഉദ്ദേശിച്ചത്. കാരണം ഇംഗ്ലീഷിൽ ഒരു സെൻറ്റൻസ് ഇങ്ങനെ ഒരു പൊളൈറ്റ് വേയിൽ, ഒരു ഫോർമൽ വേയിലൊക്കെ ആയിരിക്കും നമ്മൾ ഇങ്ങനെ പറയാം. ഐ വുഡ് ലൈക്ക് ടു ഹാവ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അത് ആ ഒരു രീതിയിലൊന്നും ശരിക്കും ഇവരെ ഇതിലില്ല. ഓക്കെ, പക്ഷേ അതിൽ ബഹുമാനവും ആദരവും ഒട്ടും കുറയാതെ തന്നെ ആയിരിക്കും ഇവർ അറബിയിൽ തന്നെ ഇവർ സംസാരിക്കുന്നത്. ശരി, അപ്പോൾ അതൊന്ന് നമ്മൾ മനസ്സിൽ വെക്കുക. നമ്മളിങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെക്കുന്ന ആ ഒരു രീതി തന്നെ ആയിരിക്കില്ല അറബിയിലേക്ക്, സംസാര ഭാഷയിലേക്ക് വരുമ്പോൾ എന്നതാണ് ഉദ്ദേശിച്ചത്. ശരി, അപ്പോൾ ഇനി അതുപോലത്തെ സെയിം എന്നതിന് നഫ്സ് എന്ന വാക്കാണ് ഉപയോഗിക്കുക. നഫ്സ് എന്ന് പറഞ്ഞാൽ സെയിം എന്നർത്ഥം. സെയിം ഉദാഹരണം പറഞ്ഞാൽ സെയിം നമ്പർ എന്ന് പറയാൻ എന്ത് പറഞ്ഞാൽ നഫ്സു റഗം എന്നാണ് പറയാം. ഓക്കെ, നഫ്സ് എന്നുള്ള വാക്ക് അങ്ങനെ തന്നെ വെക്കുക. ഓക്കെ, റഗം, നഫ്സ് റഗം. ഓക്കെ, നഫ്സ് റഗം. ഇനി അതേ ഫോൺ എന്ന് തന്നെ ഇങ്ങനെ പറയും, അതേ മൊബൈൽ തന്നെയാണ് നഫ്സുൽ ജവാൽ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, നഫ്സുൽ ജവാൽ. ഓക്കെ, ഇനി ചിലപ്പോൾ നമ്മുടെ ഷോപ്പിലൊക്കെ ചിലപ്പോൾ കസ്റ്റമർ വന്ന് ചോദിക്കും അതേ പ്രൈസ് തന്നെയാണോ, അല്ലെങ്കിൽ നമ്മൾ കസ്റ്റമറോട് പറയും അതേ പ്രൈസ് തന്നെയാണ് എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ നഫ്സ് തന്നെ ഉപയോഗിക്കും. നഫ്സ്. ഇനി പ്രൈസിന് എന്താ പറയാന്ന് വെച്ചാൽ സാർ എന്നാണ് പറയാം. നഫ്സു സാർ എന്ന് പറഞ്ഞാൽ മതി. നഫ്സു സാർ, അയ്യോ നഫ്സു സാർ എന്ന് പറയാം. അതേ പ്രൈസ് തന്നെയാണ് ഇതിനും. ഇപ്പോൾ രണ്ട് സാധനം കൊടുത്തിട്ടുണ്ടോന്നും, അപ്പോൾ ഈ സാധനത്തിന്റെ റേറ്റ് തന്നെയാണ് ഇതിന് എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നഫ്സു സാർ എന്ന് പറയാം. ഇനി അല്ല ഇതിന്റെ പിന്നെ ചിലപ്പോൾ ചോദിക്കുമ്പോൾ ആകെ അതിന്റെ ടോട്ടൽ എന്ന് ചോദിക്കുമല്ലോ, ആകെ എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ടോട്ടൽ. അപ്പോൾ ഇവർ കാൽക്കുലേറ്റ് ചെയ്ത് ചിലപ്പോൾ വെച്ചിട്ടുണ്ടാകാം. അപ്പോൾ നമ്മളോട് ചോദിക്കും എത്രയാണ്. അപ്പോൾ നമ്മൾ പറയണം ഓക്കെ നഫ്സുൽ മബ്ലഗ്, നിങ്ങൾക്ക് കിട്ടിയ അതേ ടോട്ടൽ തന്നെയാണ് നമുക്കും കിട്ടിയത്. ഓക്കെ, അപ്പോൾ അതിന് മബ്ലഗ് എന്നാണ് പറയുക, ആ ടോട്ടൽ എന്നുള്ളതിന് നഫ്സുൽ മബ്ലഗ്. ഓക്കെ, അൽ മബ്ലഗ്, നഫ്സുൽ മബ്ലഗ് ഒരുമിച്ച് പറയുമ്പോൾ നഫ്സുൽ മബ്ലഗ് എന്നാണ് പറയുക. അതേ ടോട്ടൽ തന്നെയാണ്, സമ്മ തന്നെയാണ് ഉള്ളത് എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇതേപോലെ ഓരോ ഇപ്പോൾ അതേ ഷൂ തന്നെയാണെന്ന് പറയാം. ഷൂ, അതിന് ഷൂ എന്നുള്ളതിന് അൽ ഹിദ എന്നാ പറയാം. അൽ ഹിദ. ഇവിടെ ഒരു ഉണ്ട്, പക്ഷെ അൽ ഹിദ എന്നായിരിക്കും നമ്മൾ സംസാരത്തിൽ കേൾക്കുക. അപ്പൊ ഇത് ഹിദ എന്നാണ് എഴുതിയിട്ടുള്ളത്, സംസാരത്തിൽ ഹിദ എന്നാണ് പറയുന്നത്. ഹി ഹ എന്ന സൗണ്ട് നമ്മുടെ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് ഹി റ എന്നുള്ളത്. നേരത്തെ കഴിഞ്ഞ വീഡിയോ സൂചിപ്പിക്കുന്നത് സ എന്ന ഒരു ലെറ്റർ, നമ്മൾ സലാസ എന്നൊക്കെ പറയുന്നത്. തലാത്ത എന്നാണ് നമ്മൾ പറയാ. ശരിക്കും ആ ലെറ്റർ എന്താ വെച്ചാൽ സായാണ്, സ. ഓക്കെ, നമ്മുടെ രണ്ടുപേരും പല്ലിന്റെ ഇടയിൽ കൂടി ഒരു സോഫ്റ്റ് ആയിട്ട് എയർ പുറത്തേക്ക് വിടാം, സ. അത് കുറച്ചൊന്ന് കടിപ്പിച്ചാൽ റ എന്നാക്കിയാൽ ഈ ലെറ്ററായി റ. ഹിദ, ചെരുപ്പ്. ഇപ്പൊ നിങ്ങൾ ഷോപ്പിംഗ് മാളുകളിലൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെരുപ്പ് കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഷൂ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുള്ള അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ ബോർഡ് അൽ അഹ്ദിയ എന്നാണ് എഴുതിയിട്ടുണ്ടാവുക. അൽ അഹ്ദിയ എന്ന് പറഞ്ഞാൽ ഷൂസ് എന്നർത്ഥം. ഓക്കെ, അപ്പൊ നഫ്സുൽ ഹിദ. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ വാക്കിനി അത് തന്നെയാണ് എന്ന് പറയാം. ഇപ്പൊ നഫ്സുൽ ബൈത്ത്, അതേ വീട് തന്നെയാണ്. നഫ്സുൽ മഹൽ, അതേ കട തന്നെയാണ്
എന്നൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പറയാവുന്ന, അല്ലെങ്കിൽ അതേ സ്ഥലം നഫ്സുൽ മക്കാൻ അല്ലെങ്കിൽ നഫ്സുൽ മൗഗ് അതേ സ്ഥലം തന്നെയാണ് എന്നൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് 1-2 ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുന്ന ഒരു ഉദാഹരണം, ഞാൻ അതേ കടയിൽ നിന്ന് തന്നെയാണ് സാധനങ്ങൾ വാങ്ങിയത്. ഇപ്പോൾ ഇതിൽ കട നടത്തുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പറയുന്ന കാര്യം തന്നെ ആയിരിക്കും, ഞാൻ അതേ കടയിൽ നിന്ന് തന്നെയാണ് സാധനങ്ങൾ വാങ്ങിയത് എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ വാങ്ങി എന്നുള്ളതിന് ഇസ്തറ എന്ന വാക്കാണ്. ഓക്കെ, ഇനി ഞാൻ വാങ്ങി എന്നെങ്ങനെ പറയും, അത് ഞാൻ നിങ്ങൾക്ക് വിട്ടുതന്നു. കാരണം വാങ്ങി എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ, എങ്ങനെയാണ് വാങ്ങി, ഞാൻ വാങ്ങി, നീ വാങ്ങി, ഞങ്ങൾ വാങ്ങി, ഞങ്ങൾ വാങ്ങും എന്നുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ അത് റെഫറൻസ് ആയിട്ട് ഉപയോഗിച്ചിട്ട് ഞാൻ വാങ്ങി എന്നെങ്ങനെയാണ് പറയാന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. കാരണം നമ്മളൊരു എൻക്വയറി ചെയ്തിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മറക്കൂല. ഓക്കെ, അപ്പം ഞാൻ ആ ഭാഗം അങ്ങോട്ട് വിടുകയാണ്. ഞാൻ വാങ്ങി, ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ സാധനങ്ങൾ വാങ്ങിയത് സെയിം കടയിൽ നിന്നാണ്, അതേ കടയിൽ നിന്ന് തന്നെയാണ്. ഓക്കെ, അപ്പം ഞാൻ വാങ്ങി എന്നുള്ളത് അത് നിങ്ങൾ പറയാം. ഇനി സാധനങ്ങൾ എന്നുള്ളതിന് അൽ അഗ്റാബ് എന്നാണ് പറയാം. അൽ അഗ്റാബ്. ഓക്കെ, അൽ അഗ്റാബ്. അൽ അഗ്റാബ് എവിടെന്നാ വാങ്ങിയത്? സെയിം കട. കട എന്നുള്ളതിന്, ഷോപ്പ് എന്നുള്ളതിന് മഹൽ എന്നാണ് പറയാം. ഓക്കെ, സെയിം എന്നുള്ളതിന് എന്താണ്? മീൻ നഫ്സ് എന്ന് ചേർത്താൽ മതി. മീൻ നഫ്സിൽ മഹൽ അല്ലേ? അപ്പൊ ഞാൻ വാങ്ങി അൽ അഗ്റാബ് മിൻ നഫ്സിൽ മഹൽ, ആ സെയിം കടയിൽ നിന്ന് തന്നെയാണ് ഞാൻ വാങ്ങിയത്. ഇനി നമുക്ക് എന്തെങ്കിലും ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ ഏതൊക്കെ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് അതേ സാധനം തന്നെ വേണം എന്ന് പറയില്ല, അല്ലെങ്കിൽ അതേ സാധനം തന്നെ, അതായത് രണ്ടാമതൊരു സാധനം ഇത് സെയിം തന്നെ വേണം എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് പറയുക? എനിക്ക് അതേ സാധനം തന്നെ എനിക്ക് വേണം എന്നുള്ളതിന് അബ്ഗ എന്നാണ് പറയുക. അബ്ഗ അതേ രണ്ടാമതൊരു സാധനം വേണം, നമുക്കിങ്ങനെ അതേ വിലയുള്ള രണ്ടാമതൊരു സാധനം വേണം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ മറ്റൊരു സാധനം എന്ന് പറയാം. മറ്റൊരു സാധനം എന്നുള്ളതിന് പറയുന്ന ഇതാണ് എന്ത്? ഷെയ് സാനി. ഇങ്ങനെയാണ് ഷെയ് താനി. ഓക്കെ, ഞാൻ ഈ സ എന്ന വാക്കാണ് ശരിക്കും സാനി എന്നാണ് അത് സംസാരിച്ച് ത എന്നുള്ളൊരു ചെറിയൊരു ടച്ച് വരണം. പക്ഷെ ത എന്ന് കൃത്യമായി നമ്മൾ പറയാതിരിക്കുക, സ തന്നെ പറയാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഞാൻ ത എന്ന് എഴുതി എന്നേ ഉള്ളൂ. അപ്പൊ ഷെയ് സാനി, ഷെയ് എന്നാണ് ശരിക്കുള്ളത്. ഷെയ് എന്ന് പറഞ്ഞാൽ പിന്നെ ഐറ്റം അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും തിങ് എന്നങ്ങൾ പറയുമല്ലോ, ഒരു വസ്തു എന്നുള്ളതിനാണ് ഷെയ് എന്ന് പറയാം. അപ്പൊ ഷെയ് സാനി, അപ്പൊ ഈ എന്നുള്ളത് അത് സൈലന്റ് ആയിട്ടായിരിക്കും നമ്മൾ കേൾക്കുക. അപ്പൊ ഷെയ് സാനി എന്ന് പറഞ്ഞാൽ മറ്റൊരു സാധനം. അപ്പൊ അബ്ഗ ഷെയ് സാനി, അതേ സെയിം വിലയുള്ള എന്ന് പറയാൻ എന്താണ്? സെയിം എന്നുള്ളതിന് നഫ്സ്, പ്രൈസ് എന്നുള്ളതിന് സഅർ. ഇനി അതേ സെയിം വിലയുള്ളത് വേണം എന്നുള്ളത് ഒരു ബി കൂടി ചേർത്ത് കൊടുക്കുക. ബി നഫ്സി സഅർ എന്നാണ് പറയാം. ബി നഫ്സി സഅർ എന്ന് പറഞ്ഞാൽ സെയിം പ്രൈസ് ഉള്ള വേറൊരു സാധനം എനിക്ക് വേണം എന്നാണ് അതിന്റെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ നഫ്സ് ഉപയോഗിക്കുന്ന ഒരു രീതി ഇതാണ്. നമുക്ക് ഒരു ഉദാഹരണം കൂടി എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഒരു ഷൂ വാങ്ങാൻ കയറുന്ന വിചാരിക്കുക. അപ്പോൾ ഷൂ വാങ്ങാൻ കയറുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു ഷൂ ഇഷ്ടപ്പെട്ടു, പക്ഷേ അതൊരു നീല കളറുള്ള ഷൂ ആണ്. നമുക്ക് എന്ത് ചെയ്യണം? ചുവപ്പ് കളർ ഷൂ വേണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് അവരോട് പറയണമല്ലോ, അതായത് ഇതേ സാധനം, ഇതേ ഷൂ എനിക്ക് ചുവപ്പ് നിറത്തിലുള്ളത് വേണം. എനിക്ക് ആവശ്യമുള്ളത് ഈ ഷൂ തന്നെയാണ്, പക്ഷെ ചുവപ്പ് നിറത്തിലുള്ളതാണ് എനിക്ക് വേണ്ടത് എന്ന്. അതെങ്ങനെയാണ് പറയാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എനിക്ക് വേണം, ഐ വാണ്ട് എന്ന് പറഞ്ഞാൽ അതിന് എന്താണ് പറയാ? അബ്ഗ എന്നാണ്. അബ്ഗ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? എനിക്ക് വേണം എന്നുള്ളതിനാണ്. ഇപ്പൊ നിനക്ക് വേണം, അവന് വേണം, എല്ലാത്തിനും നമ്മൾ അബ്ഗ എന്ന് ഉപയോഗിക്കുന്നുണ്ട്. അത് തെറ്റാണ്. അബ്ഗ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണം എന്നാണ്. അപ്പൊ അബ്ഗ അതേ ഷൂ വേണം എന്നാണ് പറയേണ്ടത്. അതെന്താണ്? നഫ്സുൽ ഹിദാ. ഓക്കെ, നഫ്സുൽ ഹിദാ, അതേ ഷൂ തന്നെയാണ് വേണ്ടത്, പക്ഷെ ഏത് കളറാണ് വേണ്ടത്? ചുവപ്പ് കളറാണ്. അപ്പൊ അതിനെന്താണ് നമ്മൾ ഉപയോഗിക്കണം?
ബസ് നമ്മുടെ നാട്ടിൽ ഓർഡർ ബസ് അല്ല, ഇത് ബസ് എന്ന് പറഞ്ഞാൽ പക്ഷേ എന്ന രൂപത്തിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ലാക്കിൻ എന്നൊക്കെ പറയും, ഒരു ഫുസ്ഹൈൽ ലാക്കിൻ എന്നാൽ. അപ്പൊ ബസ് ബസ് ലൗനു ബസ് ലൗനു അഹ്മർ. ഓക്കെ, അബ്ഗ നഫ്സുൽ ഹിദ ബസ് ലൗനുഹു അഹ്മർ എന്നാണ്. അപ്പൊ ലൗനുഹു എന്നുള്ളത് ലൗനു എന്നാണ് പറയുക. ലൗനു അഹ്മർ. ഓക്കെ, അബ്ഗ നഫ്സുൽ ഹിദ ബസ് ലൗനു അഹ്മർ. ഇങ്ങനെയാണ് എന്ത്, എനിക്ക് സെയിം ചെരുപ്പ് തന്നെയാണ് വേണ്ടത്, പക്ഷെ അത് ചുവപ്പ് കളറിലാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് പിന്നെ നീല കളറിലുള്ളതാണ് എന്നുണ്ടെങ്കിൽ എന്ത് പറയണം? അസ്റഖ് എന്നാണ് അതിന് പറയാം. അസ്റഖ്. മഞ്ഞയ്ക്ക് അസ്ഫർ, കറുപ്പിന് അസ്വദ്, വെള്ളയ്ക്ക് അബിയദ്. ഓക്കെ, ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന കുറച്ച് കളറുകൾ. അപ്പോൾ ഈ കളറുകളുടെ പേര് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഈ സെൻറ്റൻസ് എന്ത് ചെയ്യാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയാം. ഓക്കെ, അപ്പോൾ അബ്ഗ നഫ്സുൽ ഹിദ ബസ് ലൗനു അഹ്മർ, അല്ലെങ്കിൽ അബ്ഗ നഫ്സുൽ ഹിദ ബസ് ലൗനു അസ്ഫർ. എനിക്ക് മഞ്ഞ കളറുള്ള ഷൂ ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നിങ്ങൾക്കുള്ളൊരു ടാസ്ക്കാണ്, ഞാൻ സെയിം മൊബൈൽ വാങ്ങി. ഇതെങ്ങനെയാണ് അറബിയിൽ പറയാന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, അപ്പോൾ ഇനി നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. മഅസ്സലാമ.